എന്ത് വേണമെന്ന് അച്ഛൻ പറയൂ. 2 വർഷം മുൻപ് ഹെലികോപ്റ്റർ തകർന്ന് നടി സൗന്ദര്യ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസിൽ പരാതി. സൗന്ദര്യ എന്ന് പറയുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം സൗന്ദര്യ എന്ന് പറയുന്ന നടിയെപ്പറ്റി. പ്രത്യേകിച്ച് മലയാളത്തിലെ 2 ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. ജയറാം ഒന്നിച്ച് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, കിളിച്ചുണ്ട മാമ്പഴം, പ്രിയദർശൻ, മോഹൻലാൽ ടീമിൻ്റെ ചിത്രം, ഇതിലെല്ലാം മികച്ച അഭിനയം കാഴ്ചവെച്ച ഒരു അഭിനേത്രിയായിരുന്നു സൗന്ദര്യ. സൗന്ദര്യ മറ്റ് തെന്നിന്ത്യൻ ഭാഷയിലെല്ലാം തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മികച്ച നടിയെന്ന് പേരെടുത്ത സമയത്താണ് അവരുടെ പെട്ടെന്നുള്ള ദാരുണ്യമായ മരണം. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവർ പോകുമ്പോൾ ബാംഗ്ലൂർ വെച്ച് അപകടം സംഭവിക്കുന്നത്. ഒരു ചെറു വിമാനം തകർന്നു വരും. 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്. അവർ 4 പേരും മരിച്ചു. അതിലെ പൈലറ്റ് എന്ന് പറയുന്നത് മലയാളിയായ ജോയ് പിരിപ്പ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. സൗന്ദര്യയുടെ സഹോദരനുണ്ടായിരുന്നു. കൂടെ ഒരു പ്രാദേശിക BJP നേതാവ് ഉണ്ടായിരുന്നു. BJPയുടെ പ്രചരണത്തിന് വേണ്ടി പോകുന്ന വഴിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. അത് ഒരു ഞെട്ടലോടെയാണ് മലയാള പ്രേക്ഷകർ, സിനിമാ ലോകമൊക്കെ നോക്കിക്കണ്ടത്. ഇപ്പോഴും ഒരു നോവായിട്ട് അന്നത്തെ കാര്യം നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരു നോവായിട്ട് ആവശ്യപ്പെട്ടു. കാരണം നല്ല ടൈമിലാണ് സൗന്ദര്യയുടെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളും ഒക്കെയുള്ള നിരവധി ചിത്രങ്ങൾ വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് മലയാളി യാത്രക്കാരുടെ ശ്രദ്ധിക്കും, കിളിക്കാമ്പഴും ഒക്കെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങളായിരുന്നു. അതിൻ്റെ അഭിനയം സൗന്ദര്യയെ മലയാളത്തിനും പ്രിയങ്കരിയായി മാറ്റിയ സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. ഒരു ഞെട്ടലോടെ നമ്മൾ കണ്ടു എന്ന് പറയും. അപ്പോൾ 2004 ഏപ്രിൽ 17 ഈ അപകടം സംഭവിക്കുന്നത്. അതിനുശേഷം ഇപ്പം 22 കൊല്ലത്തോളം ആകുന്നു. ഇതിനിടയിൽ ചിട്ടിമല്ലു എന്ന് പറയുന്ന വ്യക്തി ഒരു പരാതിയുമായിട്ട് എത്തിയിരിക്കുന്നു. സൗന്ദര്യയുടെ മരണം ഒരു അപകടമല്ലായിരുന്നു, ഒരു കൊലപാതകമായിരുന്നു എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. അത് തന്നെ മികച്ച ഒരു തെലുങ്ക് നടനായ മോഹൻ ബാബുവിനെതിരെയാണ് ഈ പരാതി. അദ്ദേഹം ഒരു നിർമ്മാതാവാണ്, ഒരു നടനെന്ന രീതിയിൽ പേരെടുത്ത ഒരു വ്യക്തിയാണ്. ആ മോഹൻ ബാബുവിനെതിരെയാണ് ഈ വ്യക്തി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിന് പറയുന്ന കാരണം എന്ന് പറയുന്നത് ശംഷാബാദ് എന്ന് പറയുന്ന ജാൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് 6 ഏക്കർ പുരകളുണ്ടായിരുന്നു. അത് സൗന്ദര്യയുടെയും സഹോദരൻ്റെയും പേരിലായിരുന്നു. ആ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ മോഹൻ ബാബു സൗന്ദര്യയെ കൊല്ലാനിടയാക്കി എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ വസ്തു ബലമായിട്ട് മോഹൻ ബാബു സ്വന്തമാക്കിയതായിട്ടാണ് ഈ പരാതി പറയുന്നത്. ഈ പരാതിക്ക് ആസ്പദമായ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിലും ഈ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തെലുങ്കിലെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉറവിടം എവിടെയാണ്, ഇതിൻ്റെ തെളിവുകൾ എന്താണ് എന്നൊക്കെ ഇനി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പം പോലീസിലെ ഉയർന്ന അധികാരികൾക്കാണ് ഈ പരാതി കൊടുത്തത്. ഈ പരാതി പെടുന്നതിന് കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഈ മോഹൻ ബാബുവിൻ്റെ ഇളയ മകൻ മഞ്ജു മനോജുമായിട്ട് ഈ വസ്തുവിൻ്റെ പേരിലാണ് ഒരു തർക്കം നടക്കുന്നതായിട്ട്, 6 ഏക്കർ വസ്തുവിൻ്റെ പേരിൽ തർക്കം നടക്കുന്നത്. അത് നിയമ പോരാട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ പരാതി വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണോ ഈ പരാതി എന്നുള്ളത് അറിയില്ല. ചില തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴാണല്ലോ പഴയ രഹസ്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. അത് കുടുംബത്തിൽ നിന്നാണോ എന്നൊന്നും നമുക്കറിയില്ല, വ്യക്തമല്ല. അപ്പോൾ ഏത് തന്നെ ആയാലും ഈ വാർത്തയും നമ്മളൊരു ഞെട്ടലോടെയാണ് കാണുന്നത്. ഇത്രയും നാളും നമ്മളതിന് അപകട മരണമായി എന്ന് കരുതിയിരുന്ന ഇത് കൊലപാതകമാണെന്ന് ഒരാൾ ആരോപണം ഉന്നയിക്കും. അത് 22 കൊല്ലത്തിന് ശേഷം ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഗൗരവതരമായി കാണേണ്ടതാണ് എന്ന് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച വാർത്തകൾ മലയാള ചാനലുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വാർത്താ ചാനലിൽ നിന്ന് കാണാം. 2 വർഷം മുൻപ് ഹെലികോപ്റ്റർ തകർന്ന് നടി സൗന്ദര്യ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസിൽ പരാതി. നടൻ മോഹൻ ബാബുവിനെതിരായി ഖമ്മം സ്വദേശിയായ ചിട്ടി മല്ലു എന്നയാൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, 22 വർഷത്തിന് ശേഷം, 2 പതിറ്റാണ്ടിന് ശേഷം ഇത് ഒരു കൊലപാതകമെന്ന് ഈ പരാതിക്കാരൻ പറയുന്നതിൻ്റെ പശ്ചാത്തലം, അടിസ്ഥാനം എന്താണ് ശ്രീനാഥ്? എന്തെങ്കിലും കൃത്യമായ എവിഡൻസ്, തെളിവുകൾ വെച്ചല്ല ഇങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നതാണ് നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ
ഖമ്മം ACPക്കാണ് ഇങ്ങനെ ഒരു പരാതി ചെട്ടി മല്ലു എന്ന ആൾ, ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, അയാൾ നൽകിയിരിക്കുന്നത്. ഇത് സൗന്ദര്യയുടെ 2004 ഏപ്രിൽ 17 വിമാനാപകടം നടക്കുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോകുമ്പോഴായിരുന്നു ഈ അപകടം. നമുക്കറിയാം ആ ചരിത്രം. അത് വെറുമൊരു അപകടമല്ല, അതൊരു കൊലപാതകമായിരുന്നു എന്നതാണ് ആരോപണം. അതിനുള്ള പ്രധാന കാരണം ഈ മോഹൻ ബാബുവുമായി, തെലുങ്ക് നടൻ മോഹൻ ബാബുവുമായി ഇദ്ദേഹത്തിന് സൗന്ദര്യയ്ക്ക് നേരത്തെ പല കാര്യങ്ങളിൽ തർക്കമുണ്ടായിരുന്നു. ഒരു ഭൂമി തർക്കം ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. ജൽപ്പള്ളിയിലുള്ള 6 ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തർക്കമുണ്ടായിരുന്നത്. അതിലെ ഒരു പ്രതികാരണം എന്ന വണ്ണമാണ് സൗന്ദര്യയെ ഇയാൾ കൊന്നുകളഞ്ഞത് എന്നതാണ് ആരോപിക്കുന്നത്. ഏതെങ്കിലും തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും ഇയാൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മോഹൻ ബാബുവും അദ്ദേഹത്തിൻ്റെ മകനും മഞ്ജു മനോജും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ ഭൂമിയുടെ പേരിൽ വലിയ തർക്കമുണ്ടാവുകയും ഇരുവരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്നത് വരെ തെലുങ്ക് മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നിൽക്കെയാണ് ഇപ്പോൾ മോഹൻ ബാബുവിനെതിരെ ഇങ്ങനെ മൂന്നാമതൊരാൾ ഇങ്ങനെ ഒരു ആരോപണവുമായി രംഗത്ത് വരുന്നത്. മാത്രമല്ല ഈ പരാതിയിൽ പറയുന്നുണ്ട് ഈ തർക്കഭൂമി മറ്റ് അനാഥാലയത്തിനോ അല്ലെങ്കിൽ സർക്കാർ കണ്ടുകെട്ടുകയോ ചെയ്യണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പരാതിയിൽ പോലും ഈ ഭൂമിയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന ഒരു തോന്നൽ നമുക്ക് ആരോപണ വിധേയനായ മോഹൻ ബാബു തെലുങ്ക് സിനിമയിലെ ഒരു മികച്ച ഒരു നടനായിട്ട് പേരെടുത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു നിർമ്മാതാവാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അഭിനയിക്കാൻ പോകുന്ന മോഹൻലാൽ അഭിനയിക്കാൻ പോകുന്ന കണ്ണപ്പ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും പേരെടുത്ത 2 പേർ. സൗന്ദര്യയെപ്പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. അവരുടെ കിളിച്ചുണ്ടൻ മാമ്പഴമായാലും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കായാലും നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത 2 സിനിമകളാണ് കിളിച്ചുണ്ടൻ മാമ്പഴം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഈ 2 ചിത്രങ്ങളിൽ മലയാള പ്രേക്ഷകർക്കും പരിചിതമായ മുഖമുള്ള അഭിനയിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് സൗന്ദര്യ പേരെടുത്തിരിക്കുന്നത്. സൗന്ദര്യയുടെ മരണം 22 കൊല്ലത്തിന് ശേഷം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മളും വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ എൻഡ് എന്താണെന്ന് അറിയാൻ. അതോ കുടുംബത്തിലുണ്ടാകുന്ന ചില പടലപ്പിണക്കങ്ങളുടെ രീതിയിൽ ഇതൊരു ആരോപണം ഉന്നയിച്ചതാണോ എന്നും നമുക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് തോന്നുന്നു ഈ ആരോപണത്തിൽ ചില കഴമ്പുകൾ കാണാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഇളയ മകൻ മഞ്ജു മനോജുമായിട്ട് തർക്കത്തിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ മോഹൻ ബാബു. അപ്പം ചില കുടുംബ രഹസ്യങ്ങൾ അത് കുടുംബത്തിൽ നിന്ന് പുറത്തു കയറാനും സാധ്യതയുണ്ടല്ലേ. അത് നമ്മൾ നോക്കിക്കാണണം. ഒരു പക്ഷേ ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിക്ക് ഈ മഞ്ജു മനോജുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല. അതുപോലെ ഈ ആരോപണം ഉന്നയിച്ച ആൾ പറയുന്നത് ഈ വസ്തു പിടിച്ചെടുത്ത്, ഈ 6 ഏക്കർ വസ്തുവിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ 6 ഏക്കർ വസ്തു ഗവൺമെൻറ്റിലേക്ക് പിടിച്ചെടുക്കണം, അത് സൗന്ദര്യയിൽ നിന്ന് ബലമായി മേടിച്ചതാണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇതൊക്കെ വസ്തുതകളൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഏതായാലും പെട്ടെന്ന് തന്നെ സൗന്ദര്യയുടെ മരണം 22 കൊല്ലത്തിന് ശേഷം മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു, അത് ശ്രദ്ധ നേടുന്നു. ഇതിൻ്റെ എൻഡ് എന്താണെന്നറിയാൻ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കാം. അപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.